നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി പറഞ്ഞു. ഇസ്രായേൽ ഫലസ്തീന് നരനായാട്ട് തുടരുകയും ലബനോനിലേക്കും സിറിയയിലേക്കും ആക്രമണം നടത്തുകയും ഇപ്പോൾ ഇറാന് നേരെ കടന്നാക്രമണം നടത്തി യുദ്ധക്കൊതി വ്യാപിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ അന്യായമായ അതിക്രമങ്ങൾക്ക് അമേരിക്കയാണ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി ഇത്തരം ഇസ്രായേൽ നടത്തുന്ന യുദ്ധവെറിക്കെതിരെ ലോകരാഷ്ട്ര ശക്തമായി പ്രതികരിക്കണം. ഭീകര ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ PDP തവനൂർ മണ്ഡലം കമ്മിറ്റി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്നത് അത്ഭുതകരമല്ല, പക്ഷേ നമ്മുടെ രാജ്യം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്നത് അപകടകരമാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത്തരം നടപടികളെ ചോദ്യം ചെയ്യുക എന്നത് മതേതരത്വ ജനാധിപത്യബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആവശ്യവും അനിവാര്യതയുമായി വന്നിരിക്കുകയാണ്. കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിയ ഭരണകൂടങ്ങളൊക്കെയും ഫലസ്തീനിനോട് കൂടെ നിന്നതാണ് ചരിത്രമെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇസ്രായേലിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണ്. ഈ നെറികേടുകളെ ചോദ്യം ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ മതേതരത്വ സംവിധാനങ്ങൾ, ജനാധിപത്യ ബോധമുള്ള സമൂഹം രംഗത്തിറങ്ങിയില്ല എങ്കിൽ ഈ ഭരണകൂട ഫാഷിസ്റ്റ് ദുശക്തികൾ അവരുടെ തോന്നിവാസങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തെ മതേതര ബോധമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ആലോചിച്ചു നോക്ക്, കാലങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ ചേരിച്ചേരാ നയത്തിൽ വെള്ളം ചേർക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഫലസ്തീൻ്റെ തെരുവുകളിലേക്ക് കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന മക്കളെപ്പോലും അതിദാരുണമായി കൊല ചെയ്ത് ബോംബിട്ട് നശിപ്പിച്ച് ഇസ്രായേൽ ലോക പോലീസ് ക്ഷമയാൻ ശ്രമിക്കുമ്പോൾ അരുതുകാട്ടാള എന്ന് പറയാനുള്ള നട്ടല് പോലുമില്ലാത്ത വർഗമായി ഇന്ത്യൻ ഗവൺമെൻറ് മാറുന്നു എന്നത് ഭയാനകരമാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘപരിവാർ ഭരണകൂടം മാത്രമല്ല, അവർക്കിവിടെ എത്തിപ്പെടാൻ അവസരം ഒരുക്കി കൊടുത്തവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സെയ്താലിക്കുട്ടി ചമ്രവട്ടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംലിഖ് കടകശ്ശേരി, മണ്ഡലം സെക്രട്ടറി സലാം അദളൂർ, സിദ്ദീഖ് മുസ്ലിയാർ, സക്കീർ കൈനിക്കര തുടങ്ങിയവർ സംസാരിച്ചു. സെയ്തലവി കടകശ്ശേരി, മജീദ് അദളൂർ, ജാഫർ അലി EP, ഹനീഫ നരിപ്പറമ്പ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി TVM മുസ്തഫ സ്വാഗതവും ട്രഷറർ സുലൈമാൻ വീരാഞ്ചിറ നന്ദിയും പറഞ്ഞു. TVN ന്യൂസ് തവനൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years.